MCO7 9ാമത്തെ യൂണിറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. സാധാരണഗതിയിൽ നമ്മളൊരു പച്ചക്കറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പച്ചക്കറി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നൊരു മാർക്കറ്റ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റുകൾ, ദാറ്റ് മീൻ ഷെയർ, ഡിബഞ്ചർ, നമ്മുടെ പ്രീമിയം നോട്ട്സ്, ബോണ്ടുകൾ, ഇവകളൊക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നൊരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. നമുക്കൊരു കമ്പനി റിലയൻസിൻ്റെ ഷെയർ ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് പോയിട്ട് വാങ്ങാം. നമ്മുടെ കയ്യിൽ വേറെ എന്തിൻ്റെയും ഷെയർ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കാം. അങ്ങനെ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റുകൾ പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ശരിക്കും ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫംഗ്ഷൻ, എന്തൊക്കെ, ഇതിൻ്റെ പണികൾ എന്തൊക്കെ, അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മൊബിലൈസിങ് സേവിങ്, ജനങ്ങളുടെ കയ്യിലുള്ള സേവിങ് ഒക്കെ അത് രാജ്യത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനൊരു 10 ലക്ഷം രൂപ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ എനിക്കത് വീട്ടിൽ വെക്കണ്ട, അത് കൊടുത്തിട്ട് 4 ഷെയർ വാങ്ങിയിട്ടാൽ മതി. നാളെ അതിൻ്റെ ഷെയർ, ഇപ്പോൾ എനിക്ക് പോയിട്ട് റിലയൻസിൻ്റെ 1000 രൂപേൻ്റെ ഷെയർ ഞാനൊരു 10 ലക്ഷത്തിന് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നാളെ മറ്റന്നാളിൻ്റെ വില കൂടുമ്പോൾ എനിക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ വെറുതെ എടുക്കുന്ന ക്യാഷ് ശരിക്കും മാർക്കറ്റിലേക്ക് എത്തുകയാണ്, റിലയൻസ് കമ്പനിയിലേക്ക് എത്തുകയാണ്. അവർക്കത് വെച്ച് ബിസിനസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ജനങ്ങളുടെ കയ്യിലുള്ള സേവിങ് മൊബിലൈസ് ചെയ്യുന്നു. അതുപോലെ പ്രൈസ് ഫിക്സിങ്, ഷെയറുകളിലൊക്കെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ എല്ലാവരും കൂടി റിലയൻസിൻ്റെ ഷെയർ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അവിടെ റിലയൻസിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് കൂടും. ഇപ്പോൾ ഈ അടുത്ത് പേ ടൈം ഏറ്റെന്നൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു, അതോടെ പലരും പേ ടൈമിൻ്റെ ഷെയർ കൊണ്ട് വിൽക്കാൻ തുടങ്ങി. അതോടെ അതിൻ്റെ പ്രൈസ് അവിടെ ഡൗൺ ആവാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ഷെയറിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അനുസരിച്ചാണ്. ലിക്വിഡിറ്റി ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്, പഴയ കാലത്തൊക്കെ ഫിനാൻഷ്യൽ അസറ്റ് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ഷെയർ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് എന്ത് അത്യാവശ്യം പൈസയാക്കി മാറ്റാൻ വളരെ പ്രയാസമായിരുന്നു. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റുള്ളതുകൊണ്ട് എൻ്റെ കയ്യിലിപ്പോൾ ITC എന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ഗോദ്രേജ് എന്നുള്ള കമ്പനിയുടെ 10 ഷെയർ ഉണ്ടെങ്കിൽ എനിക്കെന്തോ സാമ്പത്തിക അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നേരെ ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് സിമ്പിളായിട്ട് അത് സെയിൽ ചെയ്തിട്ട് ക്യാഷാക്കി മാറ്റാൻ പറ്റും. അതുപോലെ എക്കണോമിക്കൽ, വളരെ സാമ്പത്തികമായിട്ട് ബെനിഫിറ്റ് നൽകുന്ന അല്ലെങ്കിൽ കോസ്റ്റുകൾ വളരെ കുറവാണ്. എൻ്റെ അടുക്കൽ ഇപ്പോൾ ഗോദ്രേജിൻ്റെ 10 ഷെയർ ഉണ്ടെങ്കിൽ ആ ഷെയർ വിൽക്കാൻ ഞാൻ ഗോദ്രേജിൻ്റെ കമ്പനിയിൽ പോവുകയോ അല്ലെങ്കിൽ അവരുടെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഇത് വാങ്ങാനുള്ള ഒരു ബയറെ ഞാൻ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. നേരെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു ആപ്പ് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒരു 10-20 സെക്കൻഡ് കൊണ്ട് തന്നെ എൻ്റെ ഷെയർ എനിക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ എക്കണോമിക്കലാണ്, നമുക്ക് നമ്മളെ ബയറെ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റ് കൊണ്ടുള്ള ഉള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ഏതായാലും ക്യാപിറ്റൽ മാർക്കറ്റ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് 2 ടൈപ്പ് ഉണ്ട്. താഴെ വരുന്നുണ്ട് പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. അതിന് മുമ്പ് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ കമ്പനികളും ബാങ്കുകളും പൊതുജനങ്ങളാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടാവുക. കമ്പനീൻ്റെ ഷെയർ വാങ്ങുക, വിൽക്കുക, ഇതൊക്കെയാണ് ഇവിടെ പരിപാടി. ഷെയർ, ഡിബഞ്ചർ, ബോണ്ടുകളൊക്കെ ഉണ്ടാവും. സാധാരണ രീതിയിൽ ചെറിയ എമൗണ്ട് വെച്ച് നമുക്ക് 1 രൂപേൻ്റെ ഷെയർ വെച്ച് നമുക്ക് പിന്നെ വാങ്ങാൻ തുടങ്ങാം. സാധാരണ ലോങ് ടേമിനാണ് പലപ്പോഴും പലരും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ മണി മാർക്കറ്റിൽ പൊതുജനങ്ങൾ ഉണ്ടാവില്ല, RBIയും കൊമേഴ്സ്യൽ ബാങ്കുമാണ് ഉണ്ടാവുക. അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡീലിംഗാണ് ശരിക്കും മണി മാർക്കറ്റ്. അവിടെ സാധാരണ ട്രഷറി ബില്ല്, കൊമേഴ്സ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഉണ്ടാവുക. ഹൈ എമൗണ്ടാണ് അവിടുത്തെ ഇടപാടുകൾ ഉണ്ടാവുക. പക്ഷേ ദീർഘകാലത്തിനല്ല, ചെറിയ കാലത്തിനായിരിക്കും. മണി മാർക്കറ്റിലുള്ള റിട്ടേൺ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ബാങ്കുകൾക്ക് RBIയിൽ കൊണ്ടുപോയിട്ട് പണം നിക്ഷേപിക്കാം, RBIക്ക് ഇങ്ങോട്ട് കൊണ്ട് നിക്ഷേപിക്കാം, പക്ഷേ എനിക്ക് ചെറിയ റിട്ടേൺ കിട്ടുള്ളൂ. ക്യാപിറ്റൽ മാർക്കറ്റിന് അങ്ങനെയല്ല, നമുക്ക് നല്ല ഹൈ റിട്ടേൺ കിട്ടും. ക്യാപിറ്റൽ മാർക്കറ്റ് 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ പറഞ്ഞ ഷെയറിൻ്റെയും ഡിബഞ്ചറിൻ്റെയൊക്കെ മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. അത് പ്രൈമറി മാർക്കറ്റുണ്ട്, സെക്കൻഡറി മാർക്കറ്റുണ്ട്. സെയിം നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഷെയറുകളും ഡിബഞ്ചറുകളും ബോണ്ടുകളും അല്ലെങ്കിൽ ന്യൂ സെക്യൂരിറ്റീസ് എന്ന് പറയും. അത് ഫസ്റ്റായിട്ട് വാങ്ങുന്ന സ്ഥലത്തിനാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനി ഷെയർ ഇറക്കിയിട്ട് അവർ ആ ഷെയർ ഫസ്റ്റ് വിൽക്കുന്നതിനാണ് പ്രൈമറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് അതിലുണ്ടാവുക. ഇപ്പോൾ സെക്കൻഡറി ഷെയറുകളാണ് സെക്കൻഡറി മാർക്കറ്റിൽ ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഓൾറെഡി കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർ നമ്മൾ വാങ്ങിയതിന് ശേഷം നമ്മൾ പരസ്പരം, പൊതുജനങ്ങൾ പരസ്പരം, ഇൻവെസ്റ്റേഴ്സ് പരസ്പരം വിൽക്കുന്ന ആ ഒരു ഷെയറാണ് സെക്കൻഡറി മാർക്കറ്റിൽ ഉണ്ടാവുക. ഇതൊന്ന് മനസ്സിലാക്കിക്കുന്നത് നല്ലതാണ്. പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് തമ്മിലുള്ള വ്യത്യാസം എക്സാമിന് ചോദിച്ചാൽ എഴുതാം. കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എഴുതാം. അതായത് കമ്പനി ഇറക്കുന്ന ന്യൂ സെക്യൂരിറ്റീസാണ് ഇവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി ഇറക്കിയ ഷെയറുകൾ ഇൻവെസ്റ്റേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ കമ്പനിയും ഇൻവെസ്റ്റേഴ്സും തമ്മിൽ ഡയറക്റ്റാണ് കച്ചവടം. ഇവിടെ
ഇൻവെസ്റ്റേഴ്സ് മാത്രം അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽപ്പനയാണ്. ഇവിടെ കമ്പനിയുടെ മാനേജ്മെൻറ്റാണ് പ്രൈസ് തീരുമാനിക്കുന്നത്. ഇവിടെ നമ്മുടെ മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈ ആണ് ശരിക്കും സെക്കൻഡറി മാർക്കറ്റിൽ ഷെയറിൻ്റെ ഡിബഞ്ചറിൻ്റെയൊക്കെ പ്രൈസ് തീരുമാനിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, സെക്യൂരിറ്റീസ് കമ്പനികൾ വിൽക്കുക, മറ്റുള്ള വാങ്ങുക, ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ഒരു കമ്പനിക്ക് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്? ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർ അല്ലെങ്കിൽ IPO എന്ന് പറയും, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് തോന്നുന്നു ഫുൾ ഫോം. അതെ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, ആദ്യമായിട്ട് പൊതുജനങ്ങൾക്ക് ഷെയർ കൊടുക്കുന്ന, അതിനാണ് IPO. എങ്ങനെയാണ് പുതുതായിട്ട് ഒരു കമ്പനിക്ക് പുതിയ ഷെയർ എങ്ങനെ ജനങ്ങളിലേക്ക് ഇറക്കാം, ഇഷ്യൂ ചെയ്യാം? അതിനുള്ള വ്യത്യസ്ത വഴികളാണ് പറയുന്നത്. ഡയറക്റ്റ് സെയിൽ, അതുപോലെ തന്നെ സെയിൽ ത്രൂ ഫേംസ്, സെക്കൻഡറി സ്റ്റോക്ക് ഇഷ്യൂ, സെക്യൂരിറ്റി ആക്ഷൻ, ട്രാൻസ്ഫർ ഓഫ് ഷെയർ, ഇങ്ങനെ 5 വഴികളാണ് പറയുന്നത്. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഒന്ന് ഡയറക്റ്റ് സെയിൽ. കമ്പനിക്ക് ഡയറക്റ്റായിട്ട് തങ്ങളുടെ ഷെയറുകൾ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തിയിട്ട് അവരിലേക്ക് എത്തിക്കാൻ പറ്റും. അതിന് പ്രോസ്പെക്ടസ് ഇറക്കണം, കമ്പനി ഡീറ്റെയിൽസൊക്കെ അറിയിക്കണം, എന്നിട്ട് നമ്മൾ സാധാ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ സ്വീകരിക്കുക, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, എന്നെല്ലാം പല രൂപത്തിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തിയിട്ട് അവരിലേക്ക് കൊടുക്കുന്ന അത്രയാണ് ഡയറക്റ്റ് സെയിൽ എന്ന് പറയുന്നത്. എന്നാൽ സെയിൽ ത്രൂ ഫേംസ്, ഇപ്പോൾ എല്ലാത്തിനും ഇടനിലക്കാരുണ്ടല്ലോ, അതുപോലെ തന്നെ കമ്പനികൾക്ക് അവരുടെ ഷെയറുകൾ വിറ്റെടുക്കാനും ഇടനിലക്കാരുണ്ട്. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയും, അവരൊരു സ്ഥാപനം തന്നെയാണ്. അപ്പോൾ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഷെയറുകളൊക്കെ അവരെ ഏൽപ്പിച്ച് അവരത് ജനങ്ങളിലേക്ക് വിറ്റ് ക്യാഷാക്കി തന്നോളൂ. അപ്പോൾ അണ്ടർ റൈറ്റേഴ്സ് എന്നാൽ പൊതുവെ ആളുകൾക്കിടയിൽ ഒരു സൽപ്പേരുള്ള ടീമായിരിക്കും. അപ്പോൾ അവർ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ജനങ്ങളും തോന്നും. ഇപ്പോൾ നമ്മൾ പുതിയൊരു കമ്പനി ഇറക്കി, ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഇറക്കി, ഒരു ഉദാഹരണം. എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് ചെന്ന ആളുകൾ വാങ്ങൂല. പക്ഷേ ഓൾറെഡി ആളുകളുടെ പരിചയമുള്ള അണ്ടർ റൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ മുഖേന ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കും. സെക്കൻഡറി സ്റ്റോക്ക് ഇഷ്യൂ, അത് മറ്റൊരു മെത്തേഡാണ്. അതായത് ഓൾറെഡി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർ ഉള്ള ഒരു കമ്പനി, ഇപ്പോൾ നമ്മളെ LG കമ്പനിക്ക് ഓൾറെഡി നമ്മളെ ഷെയർ മാർക്കറ്റിൽ ഒരുപാട് ഷെയർ ഉണ്ട്. അപ്പോൾ അവർ പുതിയൊരു ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ, കുറച്ചും കൂടി 10 ലക്ഷം ഷെയറും കൂടി ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് സെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോക്ക് ഇഷ്യൂ, ഒരു ഫേമിനെ ഏൽപ്പിച്ചിട്ട്, അതിലുള്ളൊരു ഇടനിലക്കാരെ ഏൽപ്പിച്ചിട്ട് സെക്കൻഡറി മാർക്കറ്റിലേക്ക് നേരെ ഡയറക്റ്റ് ഇത് ഇഷ്യൂ ചെയ്തിട്ട് അവിടുന്ന് ആളുകളിലേക്ക് അത് എത്തിക്കാൻ പറ്റുന്ന രൂപം. സെക്യൂരിറ്റീസ് ആക്ഷൻ, അതായത് ലേലം ചെയ്യുക, ഷെയറുകൾ ലേലം ചെയ്യുന്ന പരിപാടി. അപ്പോൾ അത് പരസ്യം ചെയ്യും, ആളുകളൊക്കെ ഒരുമിച്ച് കൂടും, ഇൻവെസ്റ്റേഴ്സ് ഒരുമിച്ച് കൂടും, അവിടെ വെച്ചിട്ട് ഷെയർ ലേലം ചെയ്യും. ആക്ഷന് പല ടൈപ്പുകളുണ്ട്. ഏതെങ്കിലും ടൈപ്പ് സ്വീകരിച്ചിട്ട് പിന്നെ കൂടുതൽ പണം തരാൻ നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കുക, അങ്ങനെ ആ രൂപത്തിൽ ലേലത്തിൻ്റെ അതിൻ്റെ നിയമം അനുസരിച്ചിട്ട് ചെയ്യും. ട്രാൻസ്ഫർ ഓഫ് ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, അതായത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ബോണസായിട്ടോ അല്ലെങ്കിൽ പല രൂപത്തിലായിട്ട് ആ കുറച്ച് ഷെയറും കൂടെ അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അവരുടെ പേരിൽ എഴുതി കൊടുക്കുക എന്നർത്ഥം. ട്രാൻസ്ഫർ ഓഫ് ഷെയർ പലപ്പോഴും അപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേരിൽ വെറുതെ ഷെയർ എഴുതി കൊടുത്താൽ കമ്പനിക്ക് അങ്ങനെ ക്യാഷ് കിട്ടുന്ന, ക്യാപിറ്റൽ കിട്ടുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഡിവിഡൻഡ് ഇവിടെ പിടിച്ചു വെക്കും പലപ്പോഴും, എന്നിട്ടാണ് ശരിക്കും ഈ ഷെയർ കൊടുക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഷെയർ കമ്പനി അവർ മറ്റൊരാൾക്ക് നേരെ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. സാധാരണഗതിയിൽ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടീമിനോട് വലിയ അസറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് കൊടുക്കുന്നതിന് പകരം ഷെയർ അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, കുറച്ച് ഷെയർ അവരുടെ പേരിലേക്ക് കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു കമ്പനിക്ക് പുതിയ ഷെയർ പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പുറത്തിറക്കാൻ, ആരിലേക്കാണെങ്കിലും ഇഷ്യൂ ചെയ്യാനുള്ള മെത്തേഡ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്യൂരിറ്റികൾ, ഷെയറുകൾ പരസ്പരം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളത്. ഒരുപാട് 10, 15, 16 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിൽ നിന്നുണ്ട്. അപ്പോൾ ഷെയറുകൾ, ബോണ്ടുകളൊക്കെ പരസ്പരം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്ലേസാണ്, ഒരു മാർക്കറ്റാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു സ്ഥാപനമാണ് ശരിക്ക് പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലെ സെക്യൂരിറ്റീസ് പരസ്പരം ട്രേഡ് ചെയ്യുന്നതിനെ നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫംഗ്ഷനുകൾ? അതിനുമ്പോൾ ഞാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ജസ്റ്റ് വിശദീകരിച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് LG എന്നുള്ള കമ്പനിയുടെ അല്ലെങ്കിൽ റിലയൻസ് എന്നുള്ള കമ്പനി നല്ലോണം ലാഭം ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള 1,00,000 അവരെ റിലയൻസിൽ പോയി നിക്ഷേപിക്കണം, അല്ലെങ്കിൽ റിലയൻസിൻ്റെ ഷെയർ വാങ്ങണം. അപ്പോൾ നമ്മൾ റിലയൻസിൻ്റെ ഷെയർ വാങ്ങാൻ റിലയൻസിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് വരെ പോകണ്ട. റിലയൻസിൻ്റെ ഷെയറുകൾ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ റിലയൻസിൻ്റെ ഷെയർ ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞിട്ട് ഷെയറുകൾ വാങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമില്ല. അവിടെ കുറേ ഇടനിലക്കാരുണ്ടാകും, ബ്രോക്കർമാരുണ്ടാവും. ആ ബ്രോക്കർമാരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ബ്രോക്കർമാരായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യേണ്ട, അവരെ ആപ്പുകളുണ്ടാവും, സൈറ്റുകളുണ്ടാവും. അതിൽ കയറിയിട്ട് ബൈ എന്ന് ക്ലിക്ക് ചെയ്താൽ ഷെയർ വാങ്ങാം, സെല്ലിന് ക്ലിക്ക് ചെയ്താൽ ഷെയർ വിൽക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ആ ഒരു സ്ഥാപനമാണ്, ആ സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുള്ള ഗുണങ്ങൾ, അതിൻ്റെ ഫംഗ്ഷനുകൾ വളരെ പെട്ടെന്ന് പറയാം, 10 മിനിറ്റ് കഴിഞ്ഞ് ഈ യൂണിറ്റ്. ലിക്വിഡിറ്റി, നമ്മുടെ കയ്യിലുള്ള ഷെയറുകൾക്കൊക്കെ ഒരു ദ്രവത്വം നൽകുന്നതാണ്. നമുക്ക് എപ്പോഴും ക്യാഷാക്കി മാറ്റാനുള്ള അവസരമാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉള്ളതുകൊണ്ട്. അതുപോലെ പ്രൈസിങ് ഓഫ് സെക്യൂരിറ്റീസ്, നമ്മുടെ നാട്ടിലെ ഷെയറുകൾക്കൊക്കെ വില നിശ്ചയിക്കുന്നത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അനുസരിച്ചാണ്. അതുപോലെ സേഫ്റ്റി, സ്റ്റോക്ക് എക്സ്ചേഞ്ചൊക്കെ നിയന്ത്രിക്കുന്നത് ഗവൺമെൻറ് അണ്ടറിലുള്ള സെബിയാണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ വലിയ ഉടായ്പകളൊന്നും ഇതിൽ നടക്കില്ല, അവർ അതിനെ നിയന്ത്രിക്കും. രാജ്യത്തെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു, കാരണം ജനങ്ങളുടെ കയ്യിൽ വീട്ടിൽ വെറുതെ കിടക്കുന്ന സേവിങ്സൊക്കെ ഷെയറുകളിലൊക്കെ ആളുകൾ നിക്ഷേപിച്ച് ഇവിടുത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആക്കി തീർക്കുന്ന ശരിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. അതുപോലെ സ്പെക്കുലേഷൻ, ഊഹക്കച്ചവടം, മോശമായ ഊഹക്കച്ചവടങ്ങളൊക്കെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി തടയാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഊഹക്കച്ചവടങ്ങൾ അവിടെയും ഇവിടെയൊക്കെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഇന്ത്യയിൽ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു സെബിയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത് നമുക്ക്